കാസർഗോഡ്. കോഴിക്കോട് ജില്ലയിലെ അരീക്കോടും വലിയ രീതിയിലുള്ള കൊടുങ്കാറ്റുണ്ടായി. റെയിൽവേ ട്രാക്കിലേക്ക് മരം പൊട്ടി വീണു. 2 മരങ്ങളാണ് പൊട്ടി വീണത്. ട്രെയിൻ എത്തുന്നതിന് തൊട്ട് മുൻപാണ് സംഭവമുണ്ടായത്. റെയിൽവേ വൈദ്യുത ലൈനും തകർന്നു. നിരവധി വീടുകളുടെ മുകൾ നിലയിലെ ഷീറ്റുകൾ കാറ്റിൽ പാറി. ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചു. റിയാസ് KMR ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നു. ഏതൊക്കെ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് റിയാസ് KMR? കോഴിക്കോട് ജില്ലയിലെ അരീക്കോടല്ല, അരീക്കാടാണ് സ്ഥലം. അതായത് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട അരീക്കാട് നല്ലളം പോലീസ് സ്റ്റേഷന് അടുത്തുള്ള പ്രദേശമാണിത്. അരീക്കാട് ആന റോഡിൽ ഇവിടെ ആണ് റെയിൽവേ ട്രാക്കിൽ ഉൾപ്പെടെ ഷീറ്റുകൾ പാറി വന്ന് ആസ്പെറ്റോസിന്റെ അതായത് വീടിന്റെ മേൽക്കൂരകൾ റെയിൽവേ ട്രാക്കിലേക്ക് പാറി വന്ന് പതിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള ഏകദേശം നിരവധി മരങ്ങൾ ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ 3-4 മരങ്ങൾ ഇവിടേക്ക് റെയിൽവേ ട്രാക്കിലേക്ക് കടപുഴകിയിട്ടുണ്ട്. കോഴിക്കോട് ഭാഗത്തേക്കൊരു ട്രെയിൻ വരുന്ന സമയത്തായിരുന്നു അത് ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ വിട്ട് ഇവിടെ ഈ അരീക്കാട് എത്തുന്നതിന്റെ തൊട്ട് മുൻപായിരുന്നു ഈ സംഭവം. പക്ഷേ അപ്പോൾ തന്നെ ഇതിന്റെ വൈദ്യുതി ലൈൻ ഉൾപ്പെടെ കട്ടാവുകയും ചെയ്തു. തുടർന്ന് ട്രെയിൻ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ അപകടമാണ്. അതുകൊണ്ട് തന്നെ മലബാർ മേഖലയിലേക്കുള്ള ട്രെയിനുകളെല്ലാം തന്നെ തിരിച്ച് തെക്കോട്ടേക്കുള്ള ട്രെയിനുകളെല്ലാം തന്നെ ഇപ്പോൾ താൽക്കാലികമായി സർവീസ് നിർത്തിവെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ റെയിൽവേ ട്രാക്കിലെ മരങ്ങൾ എല്ലാം തന്നെ മുറിച്ചു മാറ്റിയാൽ മാത്രമേ ഇവിടേക്ക്, ഒപ്പം തന്നെ ഇതിന്റെ വൈദ്യുതി ഉൾപ്പെടെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. റെയിൽവേ ട്രാക്കിലെ വൈദ്യുതി പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഇതിന് തൊട്ടടുത്തായാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ ഞാൻ താമസിക്കുന്ന വീട്ടിലേതുൾപ്പെടെ നിരവധി വീടുകളിലെ മേൽക്കൂരകളെല്ലാം തന്നെ ആ കൊടുങ്കാറ്റിൽ പാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഷീറ്റിട്ട മേൽക്കൂരകൾ അത് റെയിൽവേ ട്രാക്കിൽ നിന്നും കുറച്ചകലെയാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഈ റെയിൽവേ ട്രാക്കിനടുത്ത വീടുകളിലും സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും മഴ വളരെ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് വൈദ്യുതി എല്ലാം തന്നെ നിലച്ചിരിക്കുകയാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ കോഴിക്കോട് ഭാഗത്തേക്കും തിരിച്ചുമുള്ള ട്രെയിനുകൾ ഇപ്പോൾ താൽക്കാലികമായി സർവീസ് നിർത്തിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തെക്ക് നിന്ന് വടക്കോട്ടേക്കും വടക്ക് നിന്ന് തെക്കോട്ടേക്കുമുള്ള ട്രെയിനുകൾ ഇനിയിപ്പോൾ പുനഃസ്ഥാപിക്കണമെങ്കിൽ ഈ ഷീറ്റ് ഉൾപ്പെടെ മാറ്റുകയും വൈദ്യുതി ലൈൻ പൂർണ്ണമായും പുനഃസ്ഥാപിക്കേണ്ടി വരും. കൂടാതെ ഈ മരങ്ങൾ മുറിച്ചു നീക്കേണ്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. കനത്ത മഴയാണ് ഇപ്പോൾ ഇവിടെ തുടരുന്നത്. അതിന്റെ ആദ്യത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. രാത്രി അല്പം മുൻപാണ് ഈ സംഭവം ഉണ്ടായതെല്ലാം. അപ്പോൾ ഇനി പല ട്രെയിനുകളും വൈകി ഓടുന്ന രീതിയിലേക്ക് മാറും. ഇപ്പോൾ റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചാൽ തന്നെയും എല്ലാ തീവണ്ടികളും വൈകി ഓടുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അല്ലേ? തീർച്ചയായും. ഇനിയിപ്പോൾ ഈ ട്രെയിൻ ഗതാഗതം ഈ ഒരു സാഹചര്യത്തിൽ എപ്പോൾ പുനഃസ്ഥാപിക്കുമെന്ന് പോലും പറയാൻ സാധിക്കാത്ത അത്ര ദുഷ്കരമായൊരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോഴിതാ ശക്തമായ മഴയാണ്. ഈ മഴയിലാണ് ഇപ്പോൾ ഞങ്ങളെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് എവിടെയും വൈദ്യുതിയുമില്ല. അത് വലിയ ദുരിതമാണ് വിധിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായി കാരണം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇവിടെ ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസം കോഴിക്കോടിന്റെ തീരദേശത്തെല്ലാം ശക്തമായ കാറ്റ് വീശിയിരുന്നെങ്കിലും ഇത്രയും ഒരു നാശനഷ്ടം വിധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ അല്പം മുൻപുണ്ടായ കാറ്റ് വലിയ ശബ്ദത്തോടു കൂടിയായിരുന്നു ആ കാറ്റ് വന്നത്. ആ സമയത്ത് വലിയൊരു വീടിന്റെ മേൽക്കൂരയാണ് നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കാൻ ആ ഘട്ടത്തിൽ സാധിച്ചിരുന്നില്ല. വലിയൊരു ശബ്ദം ഉണ്ടായിരുന്നു. എന്തോ ഒരു സംഭവം പൊട്ടി വീഴുന്ന ഒരു ശബ്ദമായിരുന്നു. ആ കാറ്റ് കഴിഞ്ഞത് പിന്നാലെ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് വീടിന്റെ മേൽക്കൂരയാണ് പൊട്ടിയത് എന്ന് മനസ്സിലാകുന്ന അതായത് മേൽക്കൂരിയിട്ട ഷീറ്റാണ് പൊട്ടിയത് എന്ന് മനസ്സിലായി. പിന്നീട് സമീപത്തുള്ള ആളുകളും അവരുടെ വീടുകളിലും സമാനമായ രീതിയിൽ പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നീടാണ് തൊട്ടടുത്തുള്ള ആളുകൾ വന്ന് ഇങ്ങനെ കുറച്ചകലെ റെയിൽവേ ട്രാക്കിലും സമാനമായ രീതിയിൽ ഇങ്ങനെ ഷീറ്റ് പൊട്ടി വീണിട്ടുണ്ടെന്നും കൂടാതെ മരങ്ങൾ കടപുഴകിയിട്ടുണ്ടെന്നുമുള്ള വിവരം അറിയിക്കുന്നത്. അത് തുടർന്നാണ് നമ്മൾ വന്ന് നോക്കിയത്. ഇപ്പോഴിതാ ലോക്കോ പൈലറ്റ് അടക്കമുള്ളവർ റെയിൽവേ അധികൃതരെ വിവരം അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ അധികൃതർ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ നിലവിൽ ഇവിടെ ഈ വാഹനത്തിലുള്ള യാത്രക്കാരെ സംബന്ധിച്ച്, തീവണ്ടിയിലുള്ള യാത്രക്കാരെ സംബന്ധിച്ച് അവർ ഇവിടെ ഇറങ്ങി തൊട്ടടുത്ത് ബസ് വഴി പോകാനുള്ള സാഹചര്യമൊക്കെ പരിശോധിക്കുന്നുണ്ട്. പക്ഷെ ശക്തമായ മഴയാണ്, കനത്ത മഴയാണ്. ഒരുപക്ഷെ ഈ വർഷം കോഴിക്കോട് കണ്ടതിൽ വെച്ച് ഏറ്റവും കടുത്ത മഴയാണ്. അതിതീവ്ര മഴ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സാഹചര്യമാണ്.
നിലയ്ക്കാത്ത പേമാരിയാണ്. കാറ്റുമുണ്ട് ഇപ്പോഴും. ഇനിയിപ്പോൾ ഇവിടെ അധിക നേരം ആളുകൾ നിൽക്കുന്ന വലിയ അപകടമാവുമോ എന്നൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും അതിതീവ്രമായ ഒരു മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, കോഴിക്കോട് അരീക്കാട് വലിയ നാശം വിതച്ചുകൊണ്ട് കൊടുങ്കാറ്റുണ്ടായിരിക്കുന്നു. റെയിൽവേ ട്രാക്കിലേക്ക് മരം പൊട്ടി വീണിരിക്കുന്നു. 2 മരങ്ങളാണ് പൊട്ടി വീണിരിക്കുന്നത്. ട്രെയിനുകൾ എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ മരങ്ങൾ ട്രാക്കിലേക്ക് പൊട്ടി വീണത്. റെയിൽവേ വൈദ്യുത ലൈനും തകർന്നിരിക്കുന്നു. നിരവധി വീടുകളുടെ മുകൾ നിലയിലത്തെ ഷീറ്റുകൾ കാറ്റിൽ പാറി പല സ്ഥലങ്ങളിൽ വീണിരിക്കുന്നു. ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. റിയാസ് KMR ആണ് ഈ കെടുതിയുടെ വിവരങ്ങൾ നൽകിയത്. മലപ്പുറം പൊന്നാനിയിൽ ശക്തമായ മഴയിൽ വിവിധ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. വെളിയങ്കോട്, പത്തുമുറി, പാലപ്പെട്ടി, അജ്മീർ നഗർ, കാപ്പിരിക്കാട് എന്നിവിടങ്ങളിലാണ് കടലാക്രമണം ശക്തമായിരിക്കുന്നത്.